കുറഞ്ഞ മുതൽ മുടക്കിൽ തീർത്ത് ചരിത്ര വിജയം കൊയ്ത കന്നഡ സിനിമയാണ്. സ്വാഭാവികമായും അതിനൊരു രണ്ടാം ഭാഗം ആലോചിക്കുന്നതിൽ അണിയറ പ്രവർത്തകരെ തെറ്റ് പറയാനാവില്ല. ആദ്യ ഭാഗത്തിലെന്ന പോലെ ഒരുപക്ഷെ അതിലും തീവ്രമായി മനുഷ്യാതീത ശക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ സിനിമയിലുമുണ്ടെന്ന് പറയപ്പെടുന്നു. അതെന്തായാലും മുൻകാലങ്ങളിൽ എന്ന പോലെ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഈ സിനിമയിലും ചിത്രീകരണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ നാളിതുവരെ തുടർച്ചയായി ദുരന്തവാഹിനിയായി മാറുകയാണ്. അടിക്കടി മരണങ്ങളും അപകടങ്ങളും സിനിമയ്ക്ക് പിന്നിലുള്ളവരെ മാത്രമല്ല പൊതുസമൂഹത്തെ പോലും തളർത്തുന്നു. സൗപർണിക നദിയിൽ കുളിക്കാൻ പോയ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ മുങ്ങി മരിക്കുന്നു. കന്നഡയിലെ ഒരു ഹാസ്യതാരം ഹൃദയാഘാതം മൂലം മരിക്കുന്നു. മൂന്നാമത് മരിച്ച മലയാളിക്കും ഹൃദയസ്തംഭനമായിരുന്നു. അതിനു മുൻപും അപകട പരമ്പരകളുടെ കുത്തൊഴുക്ക് നടന്നു. 20 പേർ സഞ്ചരിച്ചിരുന്ന ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. നായകൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിയുന്നു. അതിനിടയിൽ ഷൂട്ട് നടക്കുന്ന ഗ്രാമവാസികളും സിനിമാ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നു.